ഉലമായുടെ നേതൃത്വത്തിൽ ഒരു മജ്‌ലിസ് നടക്കുമ്പോൾ ആ ഒരു മജ്‌ലിസിലേക്ക് മറ്റു മതവിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ അതിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി വരിക എന്നുള്ളത് അതിന്റെ പിന്നിൽ വലിയൊരു രഹസ്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോഴാണ് അറിഞ്ഞത് ധാരാളം ആളുകൾക്ക് മനസ്സിലും ശരീരത്തിലും കുടുംബത്തിലും എന്ന് വേണ്ട എന്തൊക്കെ ശാന്തി സമാധാനം ലഭ്യമാകണോ അതൊക്കെ ലഭ്യമാകുന്ന ഒരു കേന്ദ്രമായി ആ സ്ഥലം മാറിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അൽഹംദുലില്ലാഹ് അദ്ദേഹം ജീവിതകാലത്ത് ചെയ്തു കൂട്ടിയിട്ടുള്ള നന്മകളെല്ലാം നേരം പോക്കാക്കുന്ന അമലാക്കി സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് കാലമായി ധാരാളം ആളുകൾക്ക് ആശ്വാസം ഏകിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ മനുഷ്യൻ, അള്ളാഹുവിന്റെ അടുക്കൽ ഖബൂലിയത്ത് കിട്ടിയിട്ടുള്ള ആളുകളാണ് ഇത്തരം ആളുകളൊക്കെ. അതിന് തെളിവാണ് അവര് മരണമാസന്നമായ സമയത്ത് തടിച്ചുകൂടി ജനക്കൂടവും. അതേപോലെ തന്നെ ഇപ്പോൾ ആരും ക്ഷണിക്കാതെ തന്നെ അദ്ദേഹത്തിന്റെ പൊസിഷൻ മനസ്സിലാക്കി, ശ്രദ്ധ മനസ്സിലാക്കി ഒരുമിച്ച് കൂടിയിട്ടുള്ള ആളുകൾ, അദ്ദേഹത്തെ അറിയാത്ത ആളുകൾ പോലും അദ്ദേഹത്തിന് വേണ്ടി ദിക്റുകളും ഖത്മുകളും ഇഖ്ലാസുകളും എന്തൊക്കെ നന്മകൾ മരണത്തിന് ശേഷം ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്യാനുള്ള കാരണം അള്ളാഹുവിന്റെ അടുക്കൽ ഖബൂലിയത്ത് ലഭിച്ച ഒരു വലിയ മഹാനായതുകൊണ്ടാണ്. ഇങ്ങനെ നമുക്കും ചെയ്യാൻ കഴിയും, നമുക്കും സാധിക്കും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, മനുഷ്യൻ ഉയർന്നു കഴിഞ്ഞാൽ മലക്കുകളെക്കാൾ ഉയരാൻ സാധിക്കും, താഴ്ന്നു കഴിഞ്ഞാൽ മൃഗത്തേക്കാൾ അത് പിടിക്കും. അതുകൊണ്ട് നമുക്കൊക്കെ ഇതുപോലെ മഹാരഥന്മാരെ പോലെ ഉയരാൻ സാധിക്കും. നമ്മുടെ ഈമാനികമായിട്ടുള്ള ആ ഒരു കരുത്ത് വർദ്ധിപ്പിച്ചാൽ മതിയാവും. അതിനു വേണ്ടിയിട്ടായിരുന്നു നമ്മളൊക്കെ അവരെ സമീപിച്ചതും അവരുടെയൊക്കെ സാന്നിധ്യം പ്രതീക്ഷിച്ചിരുന്നത്. അള്ളാഹുവിന്റെ അടുക്കൽ വലിയ ഖബൂലിയത്ത് ലഭിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവാണ്. നമ്മുടെ ജീവിതത്തിൽ ചെയ്തു കൂട്ടാൻ പറ്റുന്ന ഒരുപാട് നന്മകൾ ജീവിതത്തിൽ ചെയ്താൽ ആയുസ് തീരുന്നതിന് മുമ്പ് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്തൊക്കെയോ നന്മകൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട് എന്നുള്ള ഒരു ആശ്വാസം നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും നാളെ ആഖിറം വെളിച്ചമാക്കാൻ സാധിക്കും. അപ്പോഴാണ് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആരോരുമില്ലാതെ, സമ്പാദിച്ച സമ്പാദ്യങ്ങളില്ലാതെ, സന്താനങ്ങളില്ലാതെ, കുട്ടികളില്ലാത്ത ഒരു ഏകാന്ത ജീവിതം നയിക്കുന്ന ഖബറെന്ന മഹാലോകത്ത് നമുക്ക് വേണ്ടി കൂട്ടായി എത്തുന്ന ഒരുപാട് സ്വാലിഹായ കർമ്മങ്ങൾ ഈ കൂടിയിരിക്കുന്ന ആളുകളൊക്കെ അദ്ദേഹത്തിന് വേണ്ടി ചെയ്യുകയാണ്. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി മരണപ്പെട്ടത് മുതൽ ഒരുപാട് ആളുകൾ, നേരത്തെ ഉസ്താദിന്റെ മകൻ പറയുകയുണ്ടായി, ധാരാളം ആളുകൾ ഖത്മുകളും ദിക്റുകളും ഇഖ്ലാസുകളുമായിട്ട് അദ്ദേഹത്തിന് വഫാത്തിന് ശേഷം ചെയ്തു കൊടുക്കാൻ പറ്റുന്ന രൂപത്തിൽ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണ് നന്മകൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അണമുറിയാതെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് വലിയൊരു അത്ഭുതമായിട്ട് തന്നെ കാണാൻ സാധിക്കും. കാരണം അള്ളാഹു സ്വീകരിച്ച ആളുകൾക്ക് അള്ളാഹു പല വഴികളും തെളിച്ചു കൊടുക്കും. ഈ കൂട്ടത്തില് വലിയ അദ്ദേഹവുമായിട്ട് വലിയ അടുപ്പം ഇല്ലാത്ത ആളുകളുണ്ടാവും, നല്ല അടുപ്പമുള്ള ആളുകളുണ്ടാവും, എല്ലാവരും ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ആ ഖബറെന്ന ലോകത്ത് സന്തോഷത്തോടെ കഴിയാൻ വേണ്ടിയിട്ടുള്ള എല്ലാ വിഭവങ്ങളും എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ശരീഅത്ത് അനുസരിച്ചുള്ള വിഭവങ്ങൾ, പരിശുദ്ധമായ കലാം, അദ്കാറുകൾ എന്ന് തുടങ്ങുന്ന ധാരാളം നന്മകൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി ജനങ്ങൾ മുന്നിട്ടിറങ്ങുകയാണ്. നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, നമ്മൾ ഇതുപോലെ പോകേണ്ടവരാണ്. നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്കൊരു മയ്യിത്ത് നിസ്കരിക്കാൻ എത്ര പേരുണ്ടാകുമെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മതി. അതിന് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്താണ്? മഹാനവറുകളൊക്കെ ചെയ്തു കൂട്ടിയതുപോലെ സമൂഹത്തിന്, സമുദായത്തിന് നന്മകൾ ചെയ്തു കൊടുക്കുക, ജീവിതകാലത്ത് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലൊക്കെ ചെയ്തു കൊടുക്കുക. അദ്ദേഹം ചെയ്ത സേവനങ്ങൾ എണ്ണിയാൽ തീരാത്തതാണ്. അന്ന് ഞാൻ പങ്കെടുത്ത ആ പരിപാടിയിലൊക്കെ എന്തൊക്കെ അത്ഭുതങ്ങളാണ് കാട്ടിക്കൂടി. നമുക്കൊക്കെ വലിയ ആഗ്രഹം വന്നു പോയി, ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യന് ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. അദ്ദേഹത്തെ കുറിച്ച് അവിടെ കൂടിയിരിക്കുന്ന ധാരാളം ആളുകൾ, അവിശ്വാസികളായിട്ടുള്ള ആളുകളൊക്കെ പറയുന്നത് കേട്ടപ്പോഴാണ് അദ്ദേഹത്തിന്റെ വലിപ്പം മനസ്സിലാക്കിയത്. വലിപ്പം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ആ റിളയിലുള്ള വലിപ്പമാണ്, ആ സ്വീകാര്യതയിലുള്ള വലിപ്പമാണ്. അങ്ങനെ മറ്റുള്ള മനുഷ്യന്മാരെ കൊണ്ട്, മറ്റുള്ള ആളുകളെ കൊണ്ട് നമുക്ക് നന്മയിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതമാണ് നയിച്ചതെന്ന് പറയിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. അല്ലാഹുവിന്റെ
ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തെ കുറിച്ച് മനുഷ്യന്മാർ എന്താണ് പറയുന്നത് അതുപോലെ ആയിരിക്കും അവര് നാളെ ആഖിറത്തിൽ. മഹാനവരുകളെ കുറിച്ച് പറയാത്ത ആളുകളില്ല, നന്മകൾ ഉരുവിടാത്ത ആളുകളില്ല, അവിടത്തേക്ക് കൊടുക്കാത്ത ഹദിയകളില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാമും അതുകാറുകളൊക്കെയായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് സ്വീകാര്യനായ ഒരാളാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹത്തൊക്കെ മാതൃകയാക്കി നമ്മുടെ ജീവിതം ധന്യമാക്കാൻ സാധിക്കും. അള്ളാഹു വിജയിപ്പിക്കുമാറാവട്ടെ. അദ്ദേഹം ചെയ്തു കൂടിയിട്ടുള്ള നന്മകളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബർ എന്ന ലോകത്ത് നേരം പോക്കാക്കുന്ന അമലാക്കി സ്വർഗീയ ആരാമങ്ങളിൽ സുഖിക്കാനുള്ള തൗഫീഖ് അദ്ദേഹത്തിന് നമുക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതകാലത്തും അല്ലാതെയും അദ്ദേഹത്തിന് വേണ്ടി സഹകരിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. അവർക്കൊക്കെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട് അവരുമായിട്ട് ആത്മബന്ധം പുലർത്തിയിട്ടുള്ള ആളുകളാണ്. ആ ബന്ധം ഇനിയും തുടരണമെന്നാണ് എനിക്ക് സാന്ദർഭികമായി സൂചിപ്പിക്കാറുള്ളത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതിനു ശേഷവും നമ്മൾ ബന്ധങ്ങൾ തുടരുന്നത് പോലെ മഹാൻ നബിമാരുമായിട്ടുള്ള ബന്ധങ്ങൾ അവരുടെ വഫാത്തിന് ശേഷം നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കണം. അവരുടെ ആ ഒരു ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളുടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്, മഹാരഥന്മാരുടെ സവിശേഷതകൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാനുള്ള ഒരു വഴിയാണ് അദ്ദേഹത്തിന്റെ ഒക്കെ ജീവിതം എന്ന് പറയുന്നത്. മുൻഗാമികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മിൽ നിന്ന് നടന്നു പോയിട്ടുള്ള ആളുകളുടെ ജീവിതം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ, അവരുടെ ജീവിതം മാതൃകയാക്കിയാൽ നമ്മുടെ ജീവിതം ധന്യമാക്കാൻ ഒരുപാട് പാഠങ്ങൾ അതിലുണ്ടാകും. അതിൽപ്പെട്ട ഒരു മഹാനാണ് ബഹുമാനപ്പെട്ടവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. മക്കളെ ആ രൂപത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നയിക്കുകയും ഖിയാമത്ത് നാൾ വരെ ഈ ഒരു മജ്ലിസ് ഒക്കെ ഇവിടെ നിലനിർത്താൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. തുടക്കം മുതൽ ഇന്നേ വരെ ഇതിനു വേണ്ടി സഹകരിച്ച ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളുണ്ട്. നമ്മുടെ സമുദായത്തിൽപ്പെട്ടവരും അല്ലാത്തവരും ഒക്കെ. അവർക്കൊക്കെ വേണ്ടതിലധികം ബറക്കത്ത് അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഇനിയും ഉത്തരോത്തര ഉയരത്തിൽ അല്ലാഹു ഈ മജ്ലിസിനെ അല്ലാഹു എത്തിക്കുകയും ചെയ്യുമാറാവട്ടെ. അവരോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവർക്ക് പകരക്കാരനെ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എത്ര സ്ഥാനത്തേക്കൊക്കെ ഈ മജ്ലിസൊക്കെ നിലനിർത്തി യഥാർത്ഥ രീതിയിൽ കൊണ്ടുപോകാൻ മക്കളാവുന്ന അവർക്കും സഹകരിക്കാൻ നമുക്കും എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സഹാജി ഉസ്താദുകൊണ്ട് മഹാനവറുകളെ കുറിച്ച് അല്പം സംസാരിച്ചതിന് ശേഷം നമുക്ക് ദിക്റും ദുആയിലും പങ്കെടുക്കാം. എല്ലാവരും ആഗ്രഹിക്കുന്നത് ആ ഒരു ദുആയാണ്. അല്ലാഹു അദ്ദേഹത്തിന്റെ ആ ഖബർ എന്ന മഹാജീവിതം എല്ലാ അർത്ഥത്തിലും